സ്വാഗതം. മലയാളം വാർത്താ റേഡിയോ അവതരിപ്പിക്കുന്നത് ജനറൽ പത്രം തൃശൂർ. ഇന്ന് 2020 ഡിസംബർ 18 വാർത്തകൾ വായിക്കുന്നത് രശ്മി ജയദാസ്. BJPയിൽ പൊട്ടിത്തെറി. നേതൃസ്ഥാനത്ത് നിന്ന് സുരേന്ദ്രനെ മാറ്റണം. കയ്യിലുള്ളത് പിടിപ്പുകേടും ഏകാധിപത്യവുമെന്ന് കേന്ദ്രത്തിന് ശോഭാ സുരേന്ദ്രന്റെയും കൃഷ്ണദാസിന്റെയും പക്ഷം കത്തയച്ചു. കൊച്ചി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നിറമങ്ങലിന് പുറമെ പൊട്ടിത്തെറിച്ച് BJP നേതൃത്വം. നേരത്തെ രാജഗോപാൽ കടുത്ത ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു. പത്തനംതിട്ടയിൽ മനസ്സു തുറക്കാതെ വിമതർ, ചർച്ച സജീവം. പത്തനംതിട്ടയിൽ മനസ്സു തുറക്കാതെ വിമതർ, ചർച്ച സജീവം. പത്തനംതിട്ട നഗരസഭയിൽ ഭരണം നിശ്ചയിക്കുന്നതിൽ നിർണായകമായ സ്വതന്ത്രർ ഇനിയും മനസ്സു തുറക്കാത്ത സാഹചര്യത്തിൽ ചർച്ചകൾ സജീവമാക്കി മുന്നണികൾ. ഇടതുമുന്നണികളിൽ നിന്നും ചെയർമാൻ സ്ഥാനം അടക്കമുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടെന്ന് കോൺഗ്രസ് വിമതനായി ജയിച്ച KR അജിത് കുമാർ. CM രവീന്ദ്രൻ ED ഓഫീസിൽ. 13 മണിക്കൂറിനു ശേഷം വീണ്ടും ചോദ്യം ചെയ്യൽ. കൊച്ചി. 13 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം ഇന്നു രാവിലെ വീണ്ടും മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ചോദ്യം ചെയ്യലിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരായി. മാളിൽ യുവനടിക്ക് നേരെ അപമാനം. വനിതാ കമ്മീഷനും പോലീസും കേസെടുത്തു. കൊച്ചി. എറണാകുളത്ത് യുവനടിയെ മാളിലെ ഹൈപ്പർ മാർക്കറ്റിൽ 2 യുവാക്കൾ അപമാനിച്ച സംഭവത്തിൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. അധ്യാപകർ തയ്യാർ. സ്കൂളുകളിൽ ഒരുക്കമെങ്കിലും ആശങ്ക. തിരുവനന്തപുരം. SSLC, +2 പരീക്ഷകൾ മാർച്ചിൽ നടത്താനുള്ള സർക്കാർ തീരുമാനത്തിനു പിന്നാലെ സ്കൂളുകളിൽ തയ്യാറെടുപ്പുകൾ തുടങ്ങി. സർക്കാർ മുട്ടുമടക്കും വരെ സമരം. കർഷക സമരത്തിൽ മരിച്ചത് 29 പേർ. ന്യൂഡൽഹി. തണുപ്പേറ്റ് കൂട്ടത്തിലൊരാൾ കൂടി മരിച്ച സാഹചര്യത്തിലും അണയാത്ത പ്രക്ഷോഭത്തെയുമായി കർഷകർ മുന്നോട്ട്. വിവാദ നിയമങ്ങൾ പിൻവലിക്കില്ലെന്ന കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് സിഖ് ആത്മീയാചാര്യൻ ബാബ റാങ് സിംഗ് സ്വയം വെടിവെച്ച് ജീവനൊടുക്കിയതിനു പിന്നാലെ പ്രക്ഷോഭത്തിന് വീര്യം കൂട്ടാൻ കർഷകർ തീരുമാനിച്ചു. കർഷക സമരത്തിൽ സുപ്രീം കോടതി ഇടപെടുന്നു. ന്യൂഡൽഹി. കർഷക പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ സമിതിയെ നിയോഗിക്കണമെന്ന നിർദ്ദേശവുമായി സുപ്രീം കോടതി. കേന്ദ്ര സർക്കാർ നടത്തിയ പരിഹാര ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർദ്ദേശം. ഒരു വാക്സിന് കൂടി പരീക്ഷണാനുമതി. ന്യൂഡൽഹി. നിലവിലുള്ള 6 വാക്സിനുകളുടെ പരീക്ഷണത്തിന് പുറമെയാണ് ഒരു വാക്സിന്റെ പരീക്ഷണത്തിനു കൂടി അനുമതി നൽകി ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ. ഉറവിടം അന്വേഷിച്ച് ലോകാരോഗ്യ സംഘടന. ജനീവ. ലോകത്തെ വിറപ്പിച്ച COVID-19 ഉത്ഭവത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ 10 ശാസ്ത്രജ്ഞർ ഉൾപ്പെടുന്ന സംഘം അടുത്ത മാസം ചൈനീസ് നഗരമായ വുഹാനിൽ എത്തും. വീടിനുള്ളിലും മാസ്ക് ധരിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന. ബെർലിൻ. ക്രിസ്മസ് വേളയിൽ കുടുംബ കൂട്ടായ്മകളിലും മാസ്ക് ധരിക്കാൻ യൂറോപ്യന്മാരോട് അഭ്യർത്ഥിച്ച് ലോകാരോഗ്യ സംഘടന. സംസാരിക്കാൻ അനുവദിച്ചില്ല. പാർലമെന്ററി സമിതി യോഗത്തിൽ നിന്ന് കോൺഗ്രസ് ഇറങ്ങിപ്പോയി. പ്രതിരോധ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് അടക്കം പങ്കെടുത്ത യോഗത്തിലായിരുന്നു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തമ്മിലുള്ള വാക്കുതർക്കവും ഇറങ്ങിപ്പോക്കും ഉണ്ടായത്. ഒഡീഷ വിശാല സാമ്പത്തിക വളർച്ചയിലേക്ക് മാറി. കൊച്ചി. സമ്പന്ന പ്രകൃതി വിഭവങ്ങളുടെ മൂല്യവർദ്ധനവിലൂടെ സംസ്ഥാനത്തെ മാറ്റിയെടുക്കുകയും ശക്തമായ വ്യവസായ നയം സ്വീകരിക്കുകയും ചെയ്തതിലൂടെ 2 പതിറ്റാണ്ടിനെ ഒഡീഷ വിശാല സാമ്പത്തിക വളർച്ചയിലേക്ക് മാറിയെന്ന് മുഖ്യമന്ത്രി നവീൻ പട്നായിക് പറഞ്ഞു. കരിമ്പ് കർഷകർക്ക് ധനസഹായത്തിന് കേന്ദ്രമന്ത്രിയുടെ അംഗീകാരം. ന്യൂഡൽഹി. കരിമ്പ് കർഷകർ 35,000 കോടി രൂപയുടെ ധനസഹായത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലുള്ള സാമ്പത്തിക കാര്യ മന്ത്രിസഭാ സമിതിയുടെ അംഗീകാരം. സ്കൂളുകൾ തുറക്കുന്നു. പരീക്ഷ മാർച്ച് 17 മുതൽ. തിരുവനന്തപുരം. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് 17 മുതൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് സ്കൂളുകൾ തുറക്കാൻ ധാരണയായത്. കോൺഗ്രസുകാർ BJPയിലേക്ക് പോകുന്നു. വിമർശിച്ച് സുധാകരൻ. കണ്ണൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നിലെ കനത്ത തോൽവിക്ക് പിന്നാലെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC വർക്കിംഗ് പ്രസിഡന്റ് K സുധാകരൻ. ജയിലിലെ ചോദ്യം ചെയ്യലുകൾ വീഡിയോയിൽ പകർത്തണം DGP. തിരുവനന്തപുരം. ജയിലിലെ ചോദ്യം ചെയ്യലുകൾ വീഡിയോയിൽ പകർത്തണമെന്ന് ജയിൽ DGP ഋഷിരാജ് സിംഗ്. കോവിഡ് വാക്സിനേഷൻ. ആരോഗ്യ പ്രവർത്തകരുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി. കോവിഡ് വാക്സിനേഷനു വേണ്ടിയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ രജിസ്ട്രേഷൻ അന്തിമഘട്ടത്തിലായതായി ആരോഗ്യ വകുപ്പ് മന്ത്രി KK ശൈലജ അറിയിച്ചു. പാർട്ടി ആസ്ഥാനത്ത് പോസ്റ്റർ. ആരോപണങ്ങൾ തള്ളി VS ശിവകുമാർ. തിരുവനന്തപുരം.
തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിക്കു പിന്നാലെ KPCC ആസ്ഥാനത്ത് പോസ്റ്ററുകൾ പതിപ്പിച്ച സംഭവത്തിൽ ആരോപണങ്ങൾ തള്ളി കോൺഗ്രസ് നേതാവ് VS ശിവകുമാർ. റെയിൽവേ സ്റ്റേഷൻ പ്രധാന കവാടം തുറന്നു. തൃശൂർ കൂടുതൽ പ്രത്യേക തീവണ്ടികൾ ഓടിത്തുടങ്ങിയ സാഹചര്യത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ മുഖ്യ കവാടം തുറന്നു. സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിയമനം. തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയ്മെന്റിലിറ്റി സെന്റർ മുഖേന സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിയമനം നടത്തും. വാർത്തകൾ കഴിഞ്ഞു. നന്ദി. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് മലയാളം യൂണിക്കോഡിലുള്ള general.com അഥവാ general.net.in സന്ദർശിക്കുക.